ഇന്ന് ഞങ്ങളുടെ ഓഫീസിലെ ഉത്സവം എന്ന് പറഞ്ഞിട്ടുള്ള ഓണാഘോഷം തുടങ്ങിയിട്ടാ. അപ്പോൾ ആക്ച്വലി ഇൻഫോസിസിൻ്റെ ഓണാഘോഷങ്ങളെല്ലാം ഭയങ്കര കിടിലാണ്. അപ്പോൾ കഴിഞ്ഞ വർഷമൊന്നും ഇത്രയധികം നമുക്ക് കാണാം, മീൻസ് ഞാൻ എല്ലാ ദിവസമൊന്നും പോയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് മീൻസ് ആഴ്ചയിൽ 3 ദിവസം പോയാലേ പറ്റുള്ളൂ. പിന്നെ മാത്രമല്ല കുറച്ച് വെറൈറ്റി ആയിട്ട് ഞാൻ ഉണ്ടെന്ന് തോന്നിയിട്ട് പോയതാണ്. അവിടെ കുറേ സ്റ്റാൾസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ആദ്യമേ ഓരോ കുഞ്ഞു കുഞ്ഞു സ്റ്റോളുകളാണ് നമ്മുടെ ഫുഡ് ഏരിയയിലാണ് ഉണ്ടായിരുന്നത്. മൊത്തത്തിൽ ഒരു 6-7 സ്റ്റോളുകളുണ്ടായിരുന്നു. പലതും വെറൈറ്റിയാണ്. ജ്വല്ലറി സ്റ്റോൾസ് തന്നെ ഉണ്ടായിരുന്നു 2-3 എണ്ണം. അപ്പോൾ നല്ല മീൻസ് ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നതിന് ഇടയ്ക്ക് അവിടെ സ്ട്രീറ്റ് ഡാൻസ് നടക്കുന്നുണ്ട്. സ്ട്രീറ്റ് ഡാൻസ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പുറത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റോളുകളായിട്ട് ഇതുപോലത്തെ എക്സിബിഷൻസ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ എക്സിബിഷൻസിൽ നിന്നുള്ള എന്താ സാധനങ്ങളുടെ വീഡിയോസാണ് കേട്ടോ. പക്ഷെ നല്ലതായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാ സ്റ്റോളുകളിലും മിക്ക സ്റ്റോളുകളും എനിക്ക് വളരെ റീസണബിളായിട്ട് തോന്നി. സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടൊക്കെയാണ് തോന്നാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ സ്റ്റോൾസ് ഞാൻ കണ്ടില്ല. ഇപ്രാവശ്യം ഞാൻ ഓൺലൈനിൽ കാണുന്ന ആ ഒരു റേറ്റിനൊക്കെ തന്നെ അതിനേക്കാളും കുറവാണെങ്കിലേ ഉള്ളൂ ഇവിടെ സ്റ്റോളുകളിൽ കണ്ട ഐറ്റംസ് എല്ലാം. പിന്നെ ഡ്രസ്സുകൾ മാത്രമുണ്ട് ഇച്ചിരി ഒരു വില കൂടിയത്. കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന ഡ്രസ്സിൻ്റെ സ്റ്റോളുകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. ഈ ജിംകകളിൽ നിന്നൊക്കെ ഞാനിങ്ങനെ 1-2 വാങ്ങും. നല്ല കമ്മലുകൾ, നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു എന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്ന എൻ്റെ ഒരു ഫ്രണ്ടും പറഞ്ഞായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് 2-3 കമ്മലുകൾ, അമ്മൂന് പറ്റുന്ന ഒരു മാല. അമ്മൂന് ഈ മോതിരങ്ങൾ ഭയങ്കര ഹരമാണ്. അപ്പം ഇതിൽ നിന്ന് ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളതാണ്. അതിൽ നിന്ന് 2-3 മോതിരങ്ങൾ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ബുക്സിൻ്റെ നല്ലൊരു എക്സിബിഷനും നടക്കുന്നുണ്ടായിരുന്നു. ഈ സ്റ്റോൾ ഇട്ടേക്കുന്നത് ഇപ്പോൾ തൊട്ട് മുന്നേ കാണിച്ചില്ല ജിംക്കുകളുടെയൊക്കെ, അതിട്ടേക്കുന്നത് ഒരു ഇൻഫോസിസ് എംപ്ലോയി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ കരകൗശല വസ്തുക്കളുള്ളത്, പിന്നെ ബീഡ്സ് കൊണ്ടുള്ള പലതരം കല്ലുകൾ കൊണ്ടുള്ളത്, അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ പോയി എന്നുള്ളതിനേക്കാളും സ്ട്രീറ്റ് ഡാൻസ് കാണാൻ പോയി. സ്ട്രീറ്റ് ഡാൻസിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ സ്റ്റോളുകളിൽ മുഴുവൻ, ഈ എക്സിബിഷൻ സ്റ്റോളുകളിൽ മുഴുവൻ ഓടി നടക്കുകയായിരുന്നു നമ്മുടെ പരിപാടി മുഴുവൻ. ഡ്രസ് മെറ്റീരിയൽസൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് തോന്നി. ഈ ജൂട്ട് ബാഗ്സൊക്കെ, ഹാൻഡ് മെയ്ഡ് ജൂട്ട് ബാഗ്സൊക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര കിടിലമായിരുന്നു. ഞാനൊരു കുഞ്ഞ് ബാഗ് വാങ്ങിയിട്ടുണ്ട്, ട്രാവൽ കംഫർട്ടിന് വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞ് ബാഗ്. പിന്നെ എന്ന് വെച്ചാൽ കുഞ്ഞ് ഹാൻഡ് ബാഗ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം. പിന്നെ അതുപോലെ തന്നെ സെറ്റും മുണ്ടും, സെറ്റ് സാരി, അങ്ങനത്തേൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ്. പക്ഷേ എനിക്ക് സെറ്റ് സാരി, സെറ്റ് മുണ്ടൊക്കെ ഓൾറെഡി അത്യാവശ്യം നല്ല കളക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയില്ല. പിന്നെ ആകെ കമ്മലും മാലയും മാത്രമാണ് കുറച്ചെങ്കിലും നോക്കിയത്. അത് പാറുവിനും കിങ്ങിണിക്കും ഒക്കെ ഉള്ളത് കമ്മലുകൾ, വലിയ വലിയ കമ്മലുകൾ പാറുവിന് ഇഷ്ടമാണ്. അങ്ങനത്തെയൊക്കെ നോക്കിയതേ ഉള്ളൂ. പിന്നെ അമ്മൂന് 2-3 കുഞ്ഞി മാലകൾ വാങ്ങി. എന്നുവെച്ചാൽ ഒരെണ്ണം ഈ ഓണാഘോഷത്തിന് ഇടാനുള്ളതും, അതല്ലാണ്ട് കുഞ്ഞിമാലയും. പിന്നെ നല്ല കോട്ടൺ സാരികളുണ്ടായിരുന്നു. അത് ഭയങ്കര കിടിലായിരുന്നു കേട്ടോ. കോട്ടൻ്റെ സാരികൾ ഓൾമോസ്റ്റ് എല്ലാവരും ഈ കോട്ടൺ സാരീസിൽ നിന്ന് ഞാനൊരു സാരി വാങ്ങി. ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും ഇൻസ്റ്റാഗ്രാം പേജിലൂടെ സെയിൽസ് നടത്തുന്നവരും ഓൺലൈൻ സെല്ലേഴ്സുമാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരാൾക്കും ഈ ഹണി ഭയങ്കര കിടിലമായിരുന്നു. ഹണി ടേസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ജിഞ്ചർ ഹണി, ടേമറിക് ഹണി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം ഞാൻ ജിഞ്ചർ ഹണി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഈ തൊണ്ട ചെറുതായിട്ട് ഈ ടോൺസിൽസ് വരുമ്പോഴും, അല്ലെങ്കിൽ ഈ ജലദോഷമൊക്കെ, കോൾഡൊക്കെ വരുമ്പോൾ കൊടുക്കാനായിട്ട്. പിന്നെ ഈ ബുക്സ് ഒന്നും വാങ്ങിയില്ല. കാരണം എനിക്കറിയില്ല ഈ വിംബി കിഡിൻ്റെ ഏതൊക്കെയാണ് പപ്പുവിന് വേണ്ടിയെന്നുള്ളത്. അപ്പം പപ്പുവിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ട് പപ്പു ഏതൊക്കെയോ ലിസ്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. അത് ഇനി നെക്സ്റ്റ് ഡേ പോകുമ്പോൾ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് ബുക്സിൻ്റെ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഫിറ്റോണിയയും അങ്ങനെയുള്ള ചെടികളുടെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞി സ്പേസ് ഉണ്ടായിരുന്നു ചെടികളുടെയും, ഒരു ഗാർഡൻ സ്പേസ് പോലെ ചെടികളുടെ സെയിൽസിനായിട്ട്. സത്യം പറഞ്ഞാൽ സാധാരണ ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓർക്കിഡെല്ലാം വാങ്ങുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഒന്നും വാങ്ങിയില്ല. പിന്നെ ഈ നമ്മുടെ ഡ്രീം ക്യാച്ചേഴ്സ് ഉണ്ടല്ലോ, ഹാൻഡ് മെയ്ഡ് ഡ്രീം ക്യാച്ചേഴ്സും കഥകളിയുടെ രൂപങ്ങളും
അങ്ങനെയൊക്കെയുള്ള വേറൊരു സെക്ഷനും കൂടെ. ഇവർ മാത്രം വേറൊരു സൈഡിലായിട്ടാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ലാസ്റ്റ് ഇവരുടെയും കൂടെ കവർ ചെയ്ത് ഇവരുടെ അടുത്തു നിന്നൊന്നും ഒന്നും വാങ്ങിയില്ല. എന്നിട്ട് ഞങ്ങൾ മതിയാക്കി തിരിച്ചു പോന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ സ്ട്രീറ്റ് ഡാൻസ് തന്നെ നേരെ ചൊവ്വ കണ്ടില്ല. ഞങ്ങളുടെ ടീമിൻ്റെ സ്ട്രീറ്റ് ഡാൻസ് അപ്പോഴൊക്കെ ഞങ്ങൾ എത്തിയുള്ളൂ. പിന്നെ ഈ സ്റ്റോളുകളിൽ കറങ്ങി നടന്നായിരുന്നു ഞങ്ങളുടെ ഓണാഘോഷത്തിൻ്റെ പ്രധാന ഹൈലൈറ്റ് ഇന്നത്തെ. പിന്നെ സ്ഥിരം കഴിക്കാറുള്ളത് പോലെ അവിടെ നിന്ന് ചപ്പാത്തിയൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് ഓഫീസിൽ പോയി ബാക്കി പണികളും തീർത്തിറങ്ങി. അതാണ് ഓണാഘോഷം ഓഫീസിൽ.